എനിക്ക് യങ്ങർ സ്റ്റേജിൽ തന്നെ SCA ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. SCA എടുക്കാൻ തുടങ്ങിയപ്പോഴും കുറേ പേരെന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തു. എന്തിനാണ് SCA എടുക്കുന്നത്, SCA ഭയങ്കര ടഫായിട്ടുള്ള കോഴ്സ് അല്ലേന്ന്. AA നോർമലി പാസ് പെർസെൻറ്റേജ് കുറവാണ്, അറൌണ്ട് 46% ഉള്ളൂ. അതിൽ എനിക്ക് 70% സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിൽ ഞാൻ പ്രൗഡാണ്. ഹായ്, എൻ്റെ പേര് ഗൗരി കൃഷ്ണയസ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എലാൻസിൽ SCAക്ക് ജോയിൻ ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് കോഴ്സ് ഇനി എടുക്കും എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ SCA കുറിച്ച് അറിഞ്ഞത്. ഞാൻ അങ്ങനെ SCA എടുക്കാൻ തുടങ്ങിയപ്പോഴും കുറേ പേരെന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തു. എന്തിനാണ് SCA എടുക്കുന്നത്, SCA ഭയങ്കര ടഫായിട്ടുള്ള കോഴ്സ് അല്ലേന്ന്. അപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു, എന്തായാലും നീ ഒന്ന് ചെയ്ത് നോക്ക്, നിന്നെ കൊണ്ട് കഴിയും, ഫസ്റ്റ് പേപ്പറെങ്കിലും അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എലാൻസിൽ SCAക്ക് ജോയിൻ ചെയ്തു. ഇനിഷ്യലി SCA എനിക്ക് നല്ല ടഫായിരുന്നു. അപ്പോൾ എലാൻസിലെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈവൻ മൈന്യൂട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വരെ എനിക്ക് അവർ നന്നായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരുമായിരുന്നു. എനിക്ക് യങ്ങർ സ്റ്റേജിൽ തന്നെ SCA ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. സോ അതിൽ ഞാൻ പ്രൗഡാണ്. റീസെൻ്റ്ലി ഞാൻ ക്ലിയർ ചെയ്ത പേപ്പർ AA ആണ്. AAക്ക് നോർമലി പാസ് പെർസെൻറ്റേജ് കുറവാണ്, അറൌണ്ട് 46% ഉള്ളൂ. അതിലെനിക്ക് 70% സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. AA വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെതായ സീരിയസ്നെസ് കൊടുത്താണ് AA പഠിച്ചത്. എലാൻസ് ഇടയ്ക്കിടയ്ക്ക് മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. മെയിൻലി എക്സാം ഫിയേഴ്സ് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് എക്സാം ടൈം ആകുമ്പോഴത്തേക്കും റെഫർ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞത് എൻ്റെ ഹാർഡ് വർക്ക് കാരണവും കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കാരണമൊക്കെയാണ്. AA പൊതുവേ ടഫാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എക്സാം ടൈമിൽ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല. ഇങ്ങനെ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടത്തുള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ AA എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ACCA എനിക്ക് അബ്രോഡ് പോയി ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. AA സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിസ്ക്, ഇൻറ്റേർണൽ കൺട്രോൾ, സബ്സ്റ്റാൻഡേർഡ്സ്, ഈ 3 ഏരിയാസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ AA ഷുവർ നമുക്ക് പാസ്സാവാൻ കഴിയും.